എത്ര പണവും സ്വത്തും ഉണ്ടെന്ന് പറഞ്ഞാലും പ്രായമായ പിന്നെ മക്കളോ ഉറ്റവരോ പോലും പലരെയും നോക്കാനുണ്ടാകില്ല. ഒടുവിൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഹോം നേഴ്സുമാരെയോ നോക്കാനായി ഏൽപ്പിക്കും. അവസാന കാലം വൃദ്ധ മാതാപിതാക്കൾക്ക് കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയാണ്. പത്തനംതിട്ട പന്തളത്തെ വിമുക്ത ഭടനായ ശശിധരൻ പിള്ളയുടെ ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടതാണ്. മറവി രോഗം ബാധിച്ച് കിടപ്പിലായ 59-കാരനെ ഹോം നേഴ്സ് വിഷ്ണു നിലത്തിട്ട് ചവിട്ടുന്നതും നഗ്നനാക്കി വലിച്ചിഴയ്ക്കുന്നതും കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ആ ദുരിത ജീവിതം ബാക്കിയാക്കി ശശിധരൻ പിള്ള മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഇതോടെ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം മറവി രോഗം ബാധിച്ച് കിടപ്പിലായ ശശിധരൻ പിള്ളയെ ഹോം നേഴ്സ് വിഷ്ണു ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. ഇതേ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിമുക്തഭടനായ 59-കാരനെ 2 ദിവസം മുൻപ് പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. ഹോം നേഴ്സിന്റെ മർദ്ദനമാണ് ശശിധരൻ പിള്ളയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കളുടെ മൊഴി കൂടി വാങ്ങി കൊലക്കുറ്റം ചുമത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് കൊടുമൺ പോലീസ് അറിയിച്ചു. ശശിധരൻ പിള്ളയുടെ ഭാര്യ തഞ്ചാവൂരിലെ ജോലി സ്ഥലത്താണ്. ഏകമകൾ സ്ഥലത്തില്ല. ഇതേ തുടർന്നാണ് രോഗിയായ ശശിധരൻ പിള്ളയെ പരിചരിക്കാൻ ഹോം നേഴ്സായ വിഷ്ണുവിനെ വീട്ടിൽ ജോലിക്ക് നിർത്തിയത്. വീട്ടിൽ അവശനിലയിൽ ശശിധരൻ പിള്ളയെ കണ്ടെത്തിയതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. വീണു പരിക്കേറ്റെന്ന് കളവ് പറഞ്ഞ് ഇയാൾ ആശുപത്രിയിലാക്കി. സംശയം തോന്നി പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്രൂരത പുറത്തറിഞ്ഞത്. ശശിധരനെ തറയിലൂടെ വലിച്ചിഴയ്ക്കുന്നതും അടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. മദ്യപാനശീലമുള്ള വിഷ്ണു 59-കാരനെ അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്ന് പിന്നീട് വ്യക്തമായി. ശശിധരൻ പിള്ളയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ വിഷ്ണു റിമാൻഡിൽ കഴിയുകയാണ്. വിമുക്തഭടനായ ശശിധരൻ പിള്ള കഴിഞ്ഞ കുറച്ചു നാളുകളായി രോഗം ബാധിച്ച് കിടപ്പിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വഴിവിട്ട